മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? കേരള പാഠാവലിയിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളെ വെച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഏറ്റവും കോൺഫിഡൻസോടുകൂടെ പരീക്ഷയെ നേരിടാൻ നമ്മൾ പോവേണ്ടത്. ഓക്കെ, ഇപ്പോൾ എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക, എത്ര മാർക്കിന് എത്ര എഴുതണം, എത്ര പേജ്, എത്ര പോയിന്റ്, എത്ര ടൈം, അങ്ങനെ ഒരുപാട് ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടെ എന്ത് ചെയ്യണം, ആ ഡൗട്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറന്നു പോകണം അല്ലെ. അപ്പോൾ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടെ കോൺഫിഡൻസോടു കൂടെ എന്ത് ചെയ്യണം, നമ്മൾ പരീക്ഷ എഴുതാൻ പോവാണ്. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് മാത്രമാണ് ലക്ഷ്യം. A+ ഒക്കെ മലയാളത്തിൽ ആർക്കും കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? 40ൽ 40 മാർക്കാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ആദ്യത്തെ ഒരു 15 മിനിറ്റ് സമയം ഉണ്ടല്ലോ നമ്മളുടെ. എന്താ ആ സമയത്തിന് പറയുന്ന പേരെന്തായിരുന്നു? എന്താണ് ആ സമയത്തിന്റെ പേര്? കൂൾ ഓഫ് ടൈം എന്നൊക്കെ പറയും, സമാശ്വാസ സമയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ സമാശ്വാസ സമയം നമുക്ക് പലപ്പോഴും ആശ്വാസത്തിന്റെ സമയമാണ്. അപ്പോൾ ടീച്ചർമാരിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെ നടന്നു കൊടുക്കുന്ന സമയമായിരിക്കും. അപ്പോൾ പല ശ്രദ്ധയും നമ്മളുടെ അടുത്തേക്കൊന്നും വരില്ല. അപ്പം നമ്മൾ 1 എത്ര, 2 എത്ര, 3 എത്ര, 4 എത്ര എന്നൊക്കെ ചോദിക്കുന്ന സമയമാണ്. നിർത്തിക്കോട്ടാ. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളിലേക്കും പോവരുത്. 15 മിനിറ്റ് സമയം എന്ന് പറയുന്നത് എത്ര ചോദ്യമാണോ നമുക്കുള്ളത്, അത്രയും ചോദ്യങ്ങൾ മനസ്സിരുത്തി വായിക്കാനും അതിലേതാണ് ഒഴിവാക്കേണ്ടത്, ഏതാണ് എഴുതേണ്ടത്, ഏത് ചോദ്യം എഴുതണം, എത്രയൊക്കെ പോയിന്റുകൾ വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ട സമയമാണ് ഈ 15 മിനിറ്റ് സമയം. ഒരു കാര്യം കൂടെ പറയാം, ഈ 15 മിനിറ്റ് സമയം കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പരീക്ഷ 1.5 മണിക്കൂറിൽ എന്താണ് തീരുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, അതല്ല ഈ 15 മിനിറ്റ് സമയം നമ്മൾ കളിക്കാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ അടിമുടി നമ്മുടെ ഈ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഏറ്റവും ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഈ 15 മിനിറ്റ് സമയം എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലടാ? യെസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മളുടെ ചോദ്യം എങ്ങനെയാണ്? 1 മാർക്കിന്റെ ചോദ്യമുണ്ട്, 2 മാർക്കിന്റെ ചോദ്യമുണ്ട്, 5 മാർക്കിന്റെ ചോദ്യമുണ്ട്, അതേപോലെ 7 മാർക്കിന്റെ ചോദ്യം. ഇതാണ് നമ്മളുടെ ചോദ്യത്തിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ 9ാം ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. 1 മുതൽ 5 തന്നിട്ട് ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? 1 മുതൽ 4 വരെയുള്ള ചോദ്യത്തില് 4 എഴുതണം കേട്ടോ. അത് 4 നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ചോദ്യം നോക്കൂ നിങ്ങള്. കപ്പവാട്ട് കല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും ഏത് പാഠഭാഗമായിരുന്നു? നമ്മൾ പഠിച്ചു അല്ലെ, വല്ലി എന്ന് പറയുന്ന പാഠഭാഗമാണ് അല്ലെ. അപ്പൊ വല്ലിയല്ല, ദേശവും എഴുത്തില് വല്ലി എന്ന് പറയുന്ന നോവൽ ഭാഗത്ത് പറയുന്ന കാര്യമാണ് അല്ലെ. ഈ വാക്യത്തിൽ തെളിയുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ സവിശേഷത എന്ത് എന്നാണ് ചോദ്യം. എന്താണ്? നമുക്ക് കണ്ണും പൂട്ടി ഉത്തരം ഇപ്പോഴേ അറിയാം. നല്ല നോക്കിക്കോളൂ നിങ്ങള്. കുന്നുകളോടുള്ള സ്നേഹം, പരസ്പര സഹകരണവും സ്നേഹവും, കപ്പ ശേഖരിക്കാനുള്ള വെമ്പൽ, കുന്നുകൾ സംരക്ഷിക്കാനുള്ള മനോഭാവം. എന്താണ് അവിടെ ഉത്തരം വരിക? എന്താണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്? എന്തിനെ കുറിച്ച് അവിടെ പറയണേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. എന്തിനെ കുറിച്ചാ പറയുന്നത്? എന്തിനെ കുറിച്ചാണ്? ഇവിടെ പരസ്പര സ്നേഹവും സഹകരണവുമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങേക്കൊന്നും ഇങ്ങേക്കൊന്നും എന്ത് ചെയ്യുന്നു, പെട്രോമാക്സിൽ വെളിച്ചത്തിൽ ഒത്തുകൂടുകയാണ് അല്ലെ. അപ്പൊ അവിടെ മനോഹരമായിട്ടുള്ള കൂട്ടായ്മ, അവർ ഒത്തുചേരുന്നതിനെ സൗഹൃദത്തെ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ബന്ധങ്ങളെ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കണ്ണടച്ച് തുറക്കുന്നതിനിടയിലാണ് പണി പൂർത്തിയായത്. അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിതു കൊടുത്തതുപോലെ. മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കഥാഭാഗത്തുള്ള ചോദ്യമാണ്. ഈ സന്ദർഭത്തിലെ ആശയത്തിന് യോജിച്ച വാക്യം ഏതാണ് എന്നാണ് ചോദ്യം അല്ലെ. അപ്പോൾ അറബിക്കഥയിലെ രാജകുമാരന്റെ കഥ അവിശ്വസനീയമായിരുന്നു എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഭൂതമാണ് അയൽക്കാരന് വീട് പണിതു കൊടുത്തതെന്നാണോ, വിദേശത്തുള്ള മകനാണ് മണിമാളിക നിർമ്മിച്ചത് എന്നാണോ, അല്ലെങ്കിൽ വീട് പണി അതിവേഗം പൂർത്തിയായി എന്നാണോ? അപ്പൊ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ വീട് പണി വേഗത്തിൽ പൂർത്തിയായി എന്നുള്ളതാണ്. കണ്ണടച്ച് തുറക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്തു, വീട് പണി പൂർത്തിയായി. അപ്പൊ അതിനെന്ത് ചെയ്യാണ്, അറബി കഥകളിലെ രാജകുമാരൻ എന്ത് ചെയ്തു, ഈ ഭൂതം മണിമാളിക പണിത് കൊടുക്കുന്നുണ്ട് കഥകളില്. അപ്പൊ പെട്ടെന്ന് കഴിയൂ അല്ലെ. അപ്പൊ അതേപോലെ അതിവേഗം എന്ത് ചെയ്തിരിക്കുന്നു, വീട് പണി കഴിഞ്ഞു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത്. അവർ പലപ്പോഴും മൗനിയും നിർവികാരയുമായി അല്ലെ. ഏത് പാഠമാണ്? മുരിങ്ങാമരത്തൊപ്പിൽ എന്ന് പറയുന്ന പാഠഭാഗമാണ് അല്ലെ. അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചത് എന്തിനാണെന്ന് മകൻ ചോദിക്കുന്നത് കൊണ്ട്. കാരണം ഭർത്താവ്
ഉപേക്ഷിച്ചു പോയതിന്റെ കാരണത്തെക്കുറിച്ച് വ്യക്തമായ ഉത്തരം ഇല്ലാതിരുന്നതുകൊണ്ട്. അപ്പൊ ഇത് രണ്ടും ശരിയായിട്ട് തോന്നുന്നില്ലേ നമുക്ക്? അമ്മയെ അച്ഛൻ ഉപേക്ഷ എന്തിനാണെന്ന് മകൻ ചോദിക്കുന്ന സമയത്ത് അമ്മ മൗനമായിരുന്നു. അമ്മയ്ക്കൊന്നും മറുപടി ഇല്ല പറയാൻ വേണ്ടിയിട്ട് അല്ലേ. അമ്മ എന്താ പറയാ, നീണ്ട മൗനത്തിലായിരുന്നു അമ്മ ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതേപോലെ അതിന്റെ കാരണം മറ്റൊരു കാരണമായിട്ട് പറയുന്നത് എന്താണ്? ഭർത്താവ് ഉപേക്ഷിച്ച കാരണത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉത്തരവൊന്നും അമ്മയ്ക്ക് ഇല്ലായിരുന്നു. അപ്പൊ കാര്യവും കാരണവും എന്താണ്? ശരിയാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ കുറെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാര്യം ശരി, കാരണം തെറ്റ്, കാരണം മാത്രം ശരി, കാരണവും കാര്യവും ശരി, രണ്ടും ശരിയല്ല. അപ്പൊ ഏതാണ് ഇവിടെ ഉത്തരം? കാര്യവും കാരണവും ശരിയാണ് എന്നുള്ളതാണ് അല്ലടാ. യെസ്. താഴത്തെ നോക്കൂ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായി വിഗ്രഹിച്ചെഴുതിയതേത് എന്നാണ് ചോദ്യം. നീലമല, നീലമുള്ള മല. അല്ലെ. അടുത്ത് നോക്കൂ. സ്ഫടിക പാത്രം, സ്ഫടികം കൊണ്ടുള്ള പാത്രം. തേൻകൂട്, തേൻ കൊണ്ടുള്ള കൂടാണോ? വന്യനിശബ്ദത, വന്യവും നിശബ്ദത. അപ്പൊ ഇവിടെ ഏതാണ്? സ്ഫടിക പാത്രമാണ്, സ്ഫടികം കൊണ്ടുള്ള പാത്രമാണ് ഉത്തരം. ഓക്കെ. അപ്പൊ 4 കഴിഞ്ഞിരിക്കുന്നു. 4 എന്താണ്? നിർബന്ധമാണ്. അപ്പൊ ഈ രീതിയിലാണ് ചോദിക്കേണ്ടത്. ഇനി അതല്ല, ഇങ്ങനെയല്ല ചോദിച്ചതെങ്കിലും എന്ത് ചെയ്യണം? മക്കൾ ശ്രദ്ധിച്ചിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. ചോദ്യം വായിച്ചു നോക്കിയിട്ടാണ് പറ്റുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ 2 എസ്സേ എഴുതാനുണ്ടാവും. ചിലപ്പോൾ ആ എസ്സേ എന്ത് ചെയ്യണു, നമ്മൾ ഷോർട്ട് എസ്സേയിൽ ഒരെണ്ണം കൂടുതൽ തന്നിട്ട് 25 മാർക്കിന് ചിലപ്പോൾ ഷോർട്ട് എസ്സേ എഴുതാൻ തന്നിട്ട് 7 മാർക്കിന്റെ എന്താണ് ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 7 മാർക്കിന് 2 ചോദ്യം തന്നിട്ട് ഷോർട്ട് എസ്സേ ചിലപ്പോൾ 4 എഴുതാനുണ്ടാവും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, വായിച്ചു നോക്കണം എന്നുള്ളതാണ്. 5-6 ചോദ്യങ്ങൾക്ക് 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുക. ഈ 2-3 വാക്യത്തിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾക്ക് 2-3 വാക്യത്തിൽ ഉത്തരം എഴുതിയാൽ മതി. അതിനി 1/2 1/2 ഒന്നും എഴുതാൻ നമുക്ക് സമയം നെഹിഹേ. ആകെ 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ നമുക്ക് അറിയാമെന്നായിരിക്കും. അപ്പൊ നമ്മളങ്ങ് സൂപ്പറാക്കും, അടിച്ചുപൊളിയാക്കും. നമ്മൾ 5-6 പേജൊക്കെ എഴുതിയേക്കും. ഒരു കാര്യമില്ലേ. ഇപ്പൊ എൻ്റെ സുരേഷ് മോൻ എന്ത് ചെയ്തിരിക്കുന്നു, 2 മാർക്കിന്റെ ചോദ്യം 2 പുറത്തിൽ എഴുതി. എന്നാ പിന്നെ അവന് 6 മാർക്ക് കൊടുക്കട്ടെ എന്ന് ആരും വിചാരിക്കില്ല. 2 മാർക്കേ അതിന് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് ഓവറാക്കാൻ നിൽക്കരുത്. എന്താണോ നമുക്ക് അറിയാവുന്ന ചോദ്യം 2 സെന്റൻസിൽ എഴുതിക്കോളാം. ഓക്കെ. ചോദ്യം നോക്കൂ നിങ്ങള്. കൃഷ്ണമണി, 5 കൃഷ്ണമണി എന്നല്ലേ അവിടെ കുത്തുണ്ട് കേട്ടോ. കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയതുപോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ, നവമാധ്യമ സന്ദേശങ്ങൾ മനുഷ്യനെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് വിലയിരുത്തുക. ഓക്കെ. വിലയിരുത്താൻ ഈ വരികൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വിശദമാക്കാനാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ മൊബൈലിൽ വന്നൊരു തമാശ മനസ്സിനെ എത്രമാത്രം സ്വാധീനിച്ചുവെന്നും അത് അയാളുടെ മനസ്സിന് പകർന്നു നൽകിയ അനുഭൂതിയെ കുറിച്ചുമാണ് എന്ത് ചെയ്യുന്നത്, ഈ വരികളിൽ വ്യക്തമാകുന്നത്. അപ്പൊ കൃഷ്ണമണിയുടെ തിളക്കവും ചെരുപ്പിന്റെ ഇക്കിളിയിടലും ഒക്കെ വായനക്കാരന്റെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള അനുഭവ തലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള വികാരങ്ങളുടെ പല രീതിയിൽ എന്ത് ചെയ്യാണ്, അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന രീതിയാണ് പറയുന്നത്. ഇനി ഇവിടെ അല്ലെ 6ാമത്തെ ചോദ്യം. 5ഉം 6ഉം ചോദ്യങ്ങളുണ്ട്. 2 ചോദ്യമാണുള്ളത്. അപ്പൊ ശ്രദ്ധിച്ചോളൂ. 5 ചോദ്യത്തിൽ 5ഉം 6ഉം ചോദ്യമാണ്. അതിൽ 6ാമത്തെ ചോദ്യത്തിൽ 6A-യും 6B-യും ഉണ്ട്. 6ാമത്തെ ചോദ്യത്തിൽ മാത്രമാണ്. ഇനി 5ാമത്തെ ചോദ്യങ്ങൾക്ക് അറിയില്ല. 6ാമത്തത് A-യും B-യും അറിയാം. അതുകൊണ്ട് 5 ഒഴിവാക്കിയിട്ട് ഇത് 2 എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. ഒന്നുകിൽ 5 നിർബന്ധമായിട്ട് എഴുതണം. 6ൽ ഒന്നുകിൽ A അല്ലെങ്കിൽ B, അതിലേതെങ്കിലും ഒന്നാണ് 6ാമത്തെ ചോദ്യത്തിൽ നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായല്ലോ. അതിലേ ഇതാണ്, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കുക. ഓൾറെഡി ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ചോദ്യം ഒറ്റവാക്യം, പ്രയോഗം മാറ്റുക, അല്ലെ ആസ്വാദനക്കുറിപ്പ്, പ്രഭാഷണം, പ്രസംഗം, ഉപന്യാസം, ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ടീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അതൊന്ന് റീചെക്ക് ചെയ്ത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ അത് ഷുവറായിട്ടൊന്ന് കാണുക കേട്ടോ. അപ്പൊ പുലർച്ചെ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റു, പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം നടക്കാൻ പോയി. അപ്പൊ പുലർച്ചെ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റു, അതൊരു വാക്യമാണ്. പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം നടക്കാൻ പോയി, 2ാമത്തെ വാക്യം അല്ലെ. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം, ഇതിന് വ്യത്യാസമൊന്നും വരരുത്, അർത്ഥത്തിന് വ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കണം അല്ലെ. അപ്പൊ പുലർച്ചെ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റു എന്നതിന് പകരം എന്ത് ചെയ്യാം, എഴുന്നേറ്റ് അല്ലെ. എഴുന്നേറ്റ് എന്ത് ചെയ്തടാ, എഴുന്നേറ്റ് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്തു, ഫുൾ സ്റ്റോപ്പ് മാറിയില്ലേ അല്ലെ. എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അതൊരു നിർത്തലാണ്. അപ്പൊ എഴുന്നേറ്റ് പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം നടക്കാൻ പോയി. അപ്പൊ അത് ഒറ്റവാക്യമായി മാറി. അല്ലെങ്കിൽ ഇതാണ്, ദിസ് ഓർ ദിസ് ആണ്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ജലമെന്നോ വെള്ളമെന്നോ അല്ലെ, തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു, ആലപ്പുഴ വെള്ളം.
കഴിഞ്ഞ ലൈവില് ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ വരികളും എടുത്തെടുത്ത് അല്ലെ അതിന്റെ ആശയം മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്താണ് ഡൗട്ട് ഒന്നും ഉണ്ടാവരുത്. അതിൽ ലാസ്റ്റ് മിനിറ്റ് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് കേട്ടുക, കാണുക ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു. ഏതാണ്? ആലപ്പുഴ വെള്ളം. കവിയുടെ മാനസികാവസ്ഥ ഈ വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം അല്ലെ. അപ്പോൾ എന്താണ് പറയുന്നത്? ജലമെന്നോ വെള്ളമെന്നും തിരിയാതെ തിരിയുന്നു. അപ്പോൾ ഈ വാക്കാണ് എന്താണ് അവിടെ ഇതിനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എഴുത്തുകാരിയെ സംബന്ധിച്ച് അനിതാ തമ്പിയുടെ വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ് ആലപ്പുഴ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ മലയാള പദമായിട്ടുള്ള വെള്ളം അല്ലെ, ആ വാക്ക് ഉപയോഗിച്ച പോരെ കവിതകളിൽ എന്നുള്ള ആറ്റൂരിന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ആ കവിത ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എഴുത്തുകാരി എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്താണ് ആ വാക്ക് അല്ലെ, ആ വെള്ളത്തിന് കൊടുക്കേണ്ടതെന്ന് അറിയാതെ അല്ലെ. അപ്പൊ തൊണ്ട ദാഹിക്കുന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഈ വെള്ളം എന്ന് പറയുന്ന പദത്തിന് എന്ത് വാക്കാണ് കൊടുക്കേണ്ടത് എന്ന കൺഫ്യൂഷനാണ്, ആശയക്കുഴപ്പത്തെയാണ്, എഴുത്തുകാരിയുടെ തന്നെ ആശയക്കുഴപ്പത്തെയാണ് എന്ത് ചെയ്തത് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ വരിയിലെ ആശയം കണ്ടെത്തുക, കവിയുടെ മാനസികാവസ്ഥ, ആശയക്കുഴപ്പമുള്ള മാനസികാവസ്ഥയെ കുറിച്ചും എന്ത് ചെയ്യുക രണ്ടാമത്തെ സെന്റൻസിൽ എഴുതുക. ഓക്കെ. അതെന്താ എഴുതാൻ കാരണം? ചോദ്യം എന്താണ്? കവിയുടെ മാനസികാവസ്ഥ ഈ വരികളിൽ തെളിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എപ്പോഴും ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടതെന്നുള്ളതാണ് കേട്ടോ. 7ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങള്. 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് എത്ര എഴുതണോടാ? അരപ്പുറം. എത്ര പുറം? അരപ്പുറം. അരപ്പുറം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? അതാണ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇതൊരു പേജ് ആണെങ്കിൽ ഇതാണ് അരപ്പുറം, അല്ലാണ്ട് ഈ പുറം എഴുതി അപ്പുറത്തെ പുറം എഴുതി എല്ലാം കൂടെ 1.5 മണിക്കൂറും കഴിഞ്ഞിട്ട് സമയമില്ല എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടി വെച്ചിട്ട് ഞാൻ കേട്ടോ. അപ്പൊ അരപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരപ്പുറത്തിൽ എഴുതിക്കൊള്ളു, അതിൽ കൂടുതൽ എഴുതണ്ട. ഒരു 5, 6, 7, 8 പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. അപ്പൊ ഈ 5 മാർക്ക് മുതലുള്ള ചോദ്യങ്ങൾക്കാണ് എപ്പോഴും പറയാനുള്ള കാര്യമാണ്. ഏത് പാഠഭാഗത്തു നിന്നാണോ ചോദിക്കുന്നത് ആ പാഠഭാഗത്തിന്റെ പേര്, അത് എഴുതിയ ഓതറിന്റെ പേര്, ഓതറിന്റെ 1, 2 സവിശേഷതകള്, പിന്നെ എന്താണോ ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ഒരു ചോദ്യമാകുമ്പോൾ മാക്സിമം 10 മിനിറ്റ് സമയം എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ചോദ്യം 10ൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 1.5 മണിക്കൂറിനുള്ളിൽ എക്സാം എഴുതിയിരുന്ന ബുദ്ധിമുട്ടായിരിക്കും. ചില ചോദ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും അല്ലെ. എങ്കിലും ഒരു മാക്സിമം 10 മിനിറ്റോട് കൂടെ ഒരു ചോദ്യം എഴുതി തീർക്കാൻ മക്കളെ ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി നോക്കൂ നിങ്ങള്. കൊച്ചരേത്തി എന്ന നോവൽ ഭാഗത്ത് സ്വന്തം നാടിനെയും ജനതയെയും ആവിഷ്കരിക്കുവാൻ നാരായൺ അല്ലെ ഉപയോഗിക്കുന്ന ദേശമുദ്രകൾ എന്തൊക്കെയാണ്? അതിൽ പ്രതിഫലിക്കുന്ന ജീവിത പശ്ചാത്തലം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കൊച്ചരേത്തി എന്ന് പറയുന്ന നോവൽ ഭാഗത്ത് ആദിവാസി സമൂഹത്തിന്റെ ജീവിതത്തെയും സംസ്കാരത്തെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ എന്ത് ചെയ്യുന്നത് നാരായൺ അല്ലെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയാ ഒരുപാട് ദേശമുദ്രകൾ ഈ ഒരു കൊച്ചരേത്തി എന്ന് പറയുന്ന നോവൽ നമുക്ക് കാണാൻ പറ്റും. ഈ കൊച്ചരേത്തി എന്ന് പറയുന്ന നോവൽ അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് നമുക്ക് ഓൾറെഡി നമ്മൾ ലൈവുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ കഞ്ഞിപ്പുരയെ കുറിച്ച് ഏറുമാടത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. പ്രധാന ദേശമുദ്രകളാണ് കൃഷിയിടത്തിലുള്ള കഞ്ഞിപ്പുര, അതേപോലെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെ കാവലിനൊക്കെ വേണ്ടി അവർ സ്വയം സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മരത്തിന്റെ മുകളിലുള്ള ഏറുമാടങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ അതൊരു വാസസ്ഥലവും തൊഴിലിടവുമായിട്ട് അതിനെ രൂപപ്പെടുത്തുന്നത് അതൊരു ദേശമുദ്രയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അതേപോലെ തീ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കള്, തീ ഉണ്ടാക്കുന്ന രീതി അല്ലെ, പനമ്പഞ്ഞിയൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെ, അതേപോലെ വെള്ളാരം കല്ലൊക്കെ കൂട്ടി ഉരച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അതിൽ കരിക്കട്ടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് തീ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. അങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുകയാണ്. പിന്നെ ഭക്ഷണ രീതി, മുളങ്കുറ്റിയിൽ വെള്ളം കൊണ്ടുവരുന്നതും അതുപോലെ പഴയ മൺകലത്തിൽ ഒരു പിടി അരിയിട്ട് അടുപ്പത്താക്കി കഞ്ഞി വെക്കുന്നതും അല്ലെ. അങ്ങനെ ലളിതമായിട്ടുള്ള ഭക്ഷണ സംസ്കാരമാണ് ഈ ഒരു സമൂഹത്തിന്റെ ഉള്ളിലുള്ള എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. അതേപോലെ നിർമ്മാണ വൈവിധ്യം, അതേപോലെ ഏറുമാടത്തിന്റെ പണികൾക്ക് വേണ്ടിയിട്ട് കീറി ഉണക്കി ചുരുളകളായിട്ട് കെട്ടിയിട്ട് വെച്ചിട്ടുള്ള ചൂരൽ വള്ളികളെ കുറിച്ച് പറയുന്നുണ്ട്. മരത്തിൽ ചേർത്ത് കെട്ടിയ കല്ലൻമുളയും വാക്കത്തിമാട് കൊണ്ടുള്ള തട്ടിനോക്കലും ഒക്കെ എന്താണ് അവരുടെ നിർമ്മാണ രീതിയുടെ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാം. മറ്റൊന്ന് ദേശമുദ്രകളിൽ പ്രതിഫലിക്കുന്ന ജീവിത പശ്ചാത്തലമാണ്. അപ്പൊ ഇതിലെന്താ നമ്മൾ കാണുന്നത്? വളരെ പ്രകൃതിയോട് ഇണങ്ങി അല്ലെ, പ്രകൃതിയിലുള്ള ഒരു സാധനത്തെ എന്താണ് അമിതമായി അല്ലെ മോശം വരുത്താതെ അതിനൊന്നും ഇല്ലായ്മ ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് എടുക്കാതെ മനുഷ്യന് നിലനിൽപ്പില്ല അല്ലെ. കൊടുത്തും വാങ്ങിയും ഒക്കെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ നഗരത്തിലുള്ള മനുഷ്യർ ചെയ്യുന്ന പോലെ ഒന്നാകെ പ്രകൃതി അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടല്ല എന്ത് ചെയ്യുന്നത് ഇവിടെ മനുഷ്യർ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നു? പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ജീവിത രീതിയാണ് അവരുടെ ഒരു എന്തെന്ന് പറയുന്നത് സാംസ്കാരിക അല്ലെ രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ജീവിത പശ്ചാത്തലം ആ ഒരു രീതിയിലുള്ളതാണ്. തൊഴിലുപകരണങ്ങളായിക്കോട്ടെ, പരമ്പരാഗത അറിവുകളാവട്ടെ, വാസസ്ഥലത്തിന്റെ പ്രത്യേകതകള്, കഠിനാധ്വാനം, അവരെ നന്നായി ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ എന്ത് ചെയ്യണു? അവരുടെ ദേശമുദ്രകൾ അല്ലെ പ്രതിഫലിക്കുന്നതാണെന്ന് നമുക്ക് പറയാം. ഓക്കെ. അടുത്ത ചോദ്യം എന്താണ്?
ഞൊടിയിടയിൽ അല്ലെ, ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു അല്ലെ. വന്നു കമന്റുകൾ തിരുതകൃതിയായി. ചാറ്റൽ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ അല്ലെ. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല. അന്നന്നത്തെ മോക്ഷം. നവമാധ്യമങ്ങളുടെ മായാവലയത്തിൽ അകപ്പെട്ടവരുടെ ജീവിതാവസ്ഥകളാണോ രചനാഭാഗങ്ങളിലും ഉള്ളത്? താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പൊ രചനകളിലുള്ള നിരീക്ഷണം നമ്മൾ ഉൾക്കൊള്ളണം. പുതുകാലത്തെ നവമാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ കാലത്തുള്ള അല്ലെ മീഡിയകൾ, അതിപ്പോ ഓൾറെഡി നമ്മൾ പഠിച്ചാണ് അല്ലെ. ഇപ്പൊ സോഷ്യൽ മീഡിയാസ് ആവാം അല്ലെ. ഇപ്പൊ ഇതിലൊക്കെയുള്ള ജീവിതങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നതാണ് അല്ലെ. അപ്പോൾ ഞൊടിയിടയിൽ പടം അപ്ലോഡ് ചെയ്തു. വന്നു കമന്റുകൾ തിരുതകൃതിയായി അല്ലെ. അതിന്റെ കമന്റുകൾ തിരുതകൃതിയായിട്ട് എന്ത് ചെയ്യാണ്, വരികയാണ്. അപ്പോൾ നമുക്കറിയാം അല്ലെ, ഇപ്പോ പലതും നമ്മൾ ഈ കാട്ടിക്കൂട്ടലും കാണിക്കലുകളും മാത്രമായി മാറുന്ന ഒരു കാലത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല അല്ലെ. അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന പാഠമാണ്. അപ്പം നവമാധ്യമങ്ങളുടെ മായാവലയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ 2 രചനാഭാഗങ്ങളിലെയും എന്താണ് ആശയത്തെ താരതമ്യം ചെയ്യണം. സ്വന്തം നിഗമനം, നമ്മൾക്ക് ഈ വിഷയത്തോടുള്ള അല്ലെ നവമാധ്യമങ്ങൾ എന്താണ് പുതിയ കാലത്തെ ഭരിക്കുന്ന നമ്മളുടെ കാഴ്ചപ്പാടിന് എന്ത് ചെയ്യാം, നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കഥയും നമ്മുടെ സന്ദർഭവും കഥയും എന്ത് ചെയ്യണം, വിശദീകരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത്രയും ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് 5 മാർക്ക് കിട്ടുക. അടുത്തത് മണ്ണും മനുഷ്യനും എന്ന ശീർഷകത്തിന്റെ ഔചിത്യം അല്ലെ. ഔചിത്യം, ഉചിതം, എത്രത്തോളം ഉചിതമാണ് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഈ ഒരു പാഠഭാഗത്തിന് ഈ പേര് മണ്ണും മനുഷ്യൻ എന്ന് പറയുന്ന പേര് ഉചിതമാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ മണ്ണും മനുഷ്യനും തമ്മിൽ എന്താണ്, കാലാകാലമായിട്ട് അല്ലെ വളരെ അഗാധമായിട്ടുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്നവരാണ് മണ്ണും മനുഷ്യരും അല്ലെ. അപ്പം മണ്ണില്ലെങ്കിൽ മനുഷ്യനില്ല, എങ്കിലും മണ്ണിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് പരമാവധി അകന്ന് ജീവിക്കാനാണ് ഈ പുതിയ കാലത്ത് എന്ത് ചെയ്തത് മനുഷ്യൻ അല്ലെ കരുതുന്നത്. നമ്മൾ തൊട്ട മുന്നേയുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചത്? കൊച്ചരത്തിയിൽ നമ്മൾ കണ്ടു പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന മനുഷ്യരാണ്. പക്ഷെ എന്നാൽ മണ്ണും മനുഷ്യരിൽ എന്താണ്, മണ്ണ് ചവിട്ടാത്ത, മരത്തിന്റെ തണല് ഏൽക്കാൻ പറ്റാത്ത, അതിന്റെ ഇലകൾ വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനെ നമ്മൾ ഇവിടെ കണ്ടു. മണ്ണും മനുഷ്യരിലും നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ പരമാവധി പ്രകൃതിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മനുഷ്യരുമുണ്ട് നഗരപ്രദേശങ്ങളിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ KU നായർ എന്ന് പറയുന്ന കഥാപാത്രം അത്തരത്തിലുള്ള ഒരാളാണ്. മണ്ണിനോട് ചേർന്ന് അല്ലെ ജീവിക്കുന്നതിന് പകരം അല്ലെ അയാള് വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. ചുറ്റുമുള്ള മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് അല്ലെ മണിമാളിക പോലൊരു അല്ലെ ബംഗ്ലാവൊക്കെ പണിതിട്ട് അയാൾ അവിടെ ഇരിക്കുകയാണ്. മുറ്റം മുഴുവൻ എന്ത് ചെയ്യുന്നു, കോൺക്രീറ്റ് അല്ലെ വരച്ച് നമ്മുടെ അല്ലെ എന്താ പറയാ വെള്ളം പോലും ഭൂമിയിലേക്ക് അല്ലെ പോകാൻ പറ്റാത്ത രീതിയിൽ എല്ലാ രീതിയിലും പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അങ്ങനെ ജീവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സന്തോഷം ലഭിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളാണ്. പ്രകൃതിയിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോഴാണ് സന്തോഷം എന്നുള്ള മിഥ്യാധാരണയിൽ കഴിയുന്ന ഒരാളാണ് ആര്, ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത്. ചെടികളും പൂക്കളും നിറഞ്ഞ പ്രകൃതിയോ പൂക്കളുടെ മണം പരക്കുന്ന കാറ്റും കിളികളുടെ കലപില ശബ്ദവും ഇല്ലാതെയുള്ള ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മയാണ് കഥാകൃത്ത് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു പാഠഭാഗത്തിലൂടെ കാണിക്കുന്നത്. അപ്പൊ മണ്ണിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മനുഷ്യർക്ക് മനോഹരമായ രീതിയിൽ ചിന്തിക്കാനും സ്വപ്നങ്ങൾ കാണാനും കഥ എഴുതാനും ഭാവന വരാനും ഒക്കെ നമ്മൾ പിന്നെ എന്തിനാണ് ടൂറൊക്കെ പോകുന്നത്. എല്ലാ ആളുകളും ചിലപ്പോൾ ടൗണിൽ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊന്നും ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കില്ല. ഭൂരിഭാഗം ആളുകൾ എവിടെ പോകാനാണ്, നിങ്ങൾക്ക് തന്നെ എങ്ങനെ പോകാൻ താല്പര്യം? ഹിമാലയം, അല്ലെങ്കിൽ കുന്നും മലകളും, വയനാട്, ഇടുക്കി അല്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ടൂറിസ്റ്റ് പ്ലേസുകളുടെ പേര് അടിച്ചു നോക്കിയാൽ മതി. എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് നോക്കുക അല്ലെ. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വളരെ റിലാക്സേഷൻ ആണ്. അതിനല്ലേ നമ്മൾ ടൂറൊക്കെ പോകണം അല്ലെ. അപ്പൊ അത്തരം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചകൾ കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അല്ലെ കുറെ കൂടെ മനസ്സിനും ഒക്കെ അല്ലെ റിഫ്രഷ്മെന്റ് ഒക്കെ കിട്ടുന്നത്. ഓൾറെഡി ഞാൻ 2XL സ്പീഡിലാണ് സംസാരിക്കുന്നത്. ഇനി അത് സ്പീഡിലും കൂടെ കേട്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോയിന്റ് മനസ്സിലാവാണ്ടായപ്പോ അതുകൊണ്ടാണ് ഞാൻ അത്ര സ്പീഡ് പറയുന്നത് കേട്ടോ. സമയമില്ലല്ലോ, നമുക്ക് പരീക്ഷിക്കുമ്പോണ്ടേ. ഓക്കെ, അപ്പൊ ഇനി എന്താണ്, അപ്പൊ ഇവിടെ എന്താ പറയാ, മണ്ണിനോട് ചേർന്ന് നിന്നാലേ മനുഷ്യർക്ക് നിലനിൽക്കാൻ കഴിയൂ എന്ന് പറയുന്ന ആശയം അല്ലെ പകരുന്ന ഒന്നാണ് എന്ത്, മണ്ണും മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തിന്റെ അല്ലെ പേര്. അപ്പൊ അത്രയും ഉചിതമായിട്ടുള്ള ഒരു പേരാണെന്ന് നമുക്ക് എഴുതാം. ഓക്കേടാ, സെറ്റാണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? യെസ്. ദെൻ ഒരു വേള ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മണ്ണടിഞ്ഞിട്ടുണ്ടാകാം അല്ലെ. എന്താണ്, രണ്ടായാലും ഫലം ഒന്ന് തന്നെ. മുരിങ്ങാ മരത്തോപ്പ്. എന്തുകൊണ്ടാണ് നരേന്ദ്രൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചിന്തിക്കുന്നത്? അപ്പോൾ മുരിങ്ങാ മരത്തോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കഥയാണ്. എന്താണ് ഇവിടെ അന്വേഷിക്കുന്നത്? സ്വന്തം പിതാവിനെ അന്വേഷിച്ച് പോവാണ് നരേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം അല്ലെ. അപ്പൊ അദ്ദേഹം ആലോചിക്കുകയാണ് അല്ലെ, എന്താണ് ഒരു വേള എന്ത് ചെയ്തിരിക്കാം അല്ലെ, ഇവിടെ ഉണ്ടായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ ചിലപ്പോൾ മണ്ണടിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നരേന്ദ്രൻ അങ്ങനെ ചിന്തിക്കാൻ? കാരണം അച്ഛൻ എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ അല്ലെ. അപ്പൊ 23 വർഷത്തെ ജീവിതത്തിനിടയിൽ ഇന്നേ വരെ നരേന്ദ്രൻ എന്ത് ചെയ്തിട്ടില്ല, അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛൻ ഉണ്ടോ ഇല്ലയോ, ജീവിച്ചിരിപ്പുണ്ടോ, ഇതൊന്നും നരേന്ദ്രൻ അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നരേന്ദ്രൻ ആലോചിക്കുകയാണ്, അച്ഛനുണ്ടോ
അല്ലെ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയാണ് അല്ലെ. അമ്മ പറഞ്ഞിട്ടുള്ള അറിവുകൾ മാത്രമാണ് അച്ഛനെ കുറിച്ചുള്ളത്. അമ്മ പറഞ്ഞ അറിവിലൂടെയാണ് അച്ഛൻ്റെ നാടിനെ കുറിച്ച് അറിയുന്നത്, അച്ഛൻ്റെ രൂപത്തെക്കുറിച്ച് അറിയുന്നത്. ഒരു കുഞ്ഞിലങ്ങാനുള്ള പണ്ടത്തെ ഒരു ഫോട്ടോ മാത്രമാണ് അല്ലെ, എന്താ പറയുക, കുഞ്ഞിലല്ല, അച്ഛൻ്റെ ചെറുപ്പകാലത്തുള്ള ഒരു ഫോട്ടോ മാത്രമാണ് അവൻ്റെ നരേന്ദ്രന്റെ കയ്യിലുള്ളത്. അപ്പൊ അമ്മ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ആരെ വളർത്തുന്നത്, നരേന്ദ്രനെ വളർത്തുന്നത് അല്ലെ. അപ്പോൾ ഇപ്പൊ മണ്ണടിഞ്ഞിട്ടുണ്ടാവാം, രണ്ടായാലും ഫലം ഒന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിട്ടും ജീവന് അല്ലെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ലല്ലോ. എനിക്കറിയില്ലല്ലോ, ഞാൻ ആ ഒരു സ്നേഹമൊന്നും ആരും അറിഞ്ഞിട്ടില്ല. നരേന്ദ്രനെ സംബന്ധിച്ച് അച്ഛൻ എന്ന് പറയുന്നത് മനസ്സിൽ അമ്മ പറഞ്ഞു കൊടുത്ത കഥകളിലുള്ള ഒരു രൂപം മാത്രമാണ്. അയാൾ ആ ഒരു ഇമോഷൻ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ജീവിതയാത്രയിൽ ഒരിക്കലും അച്ഛൻ്റെ സ്നേഹം, കൈത്താങ്ങോ അല്ലെങ്കിൽ തണലോ ഒന്നും നരേന്ദ്രനും അമ്മയ്ക്കും ഉണ്ടായിട്ടില്ല. ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഈക്വലാണ്, ഫലം ഒന്ന് തന്നെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. യൂസഫ് എന്ന കുട്ടിയാണ് തേൻ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. യൂസഫിന്റെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ, സെക്കൻഡ് യൂണിറ്റ് ഒന്നും എന്ത് ചെയ്യും, ചോദ്യം വരും ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം ടീച്ചർ കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും എന്താണ് ഇനിയിപ്പോൾ വന്നിട്ടില്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ട് എന്നെ പൊങ്കാലയിടാൻ വരരുത്. പഠിക്കുക, സെക്കൻഡ് യൂണിറ്റ് കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂടാ, പഠിച്ചു വയ്ക്കുക. ചോദിച്ചില്ലെങ്കിൽ പോട്ടെ അല്ലെ, പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. പരീക്ഷ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യണം. നമ്മൾ പഠിച്ച പോലെയുള്ള ചോദ്യങ്ങൾ വന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നൊക്കെ പറയണം അല്ലെ. ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ പറഞ്ഞു തന്നല്ലേ, ടീച്ചർക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഞങ്ങൾ പരീക്ഷ കഴിയുന്നവരെ ഞാനിങ്ങനെ കാത്തിരിക്കും. വൈകുന്നേരം ആയിരിക്കും കഴിയല്ലേ, നമുക്ക് ആദ്യം മാത്സ് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സന്തോഷം അറിയിക്കണം, ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത സെക്കൻഡ് ലാംഗ്വേജിന്റെ പരീക്ഷ വരുന്നുണ്ട് അല്ലേ, സൂപ്പറാക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ സൂപ്പറായിട്ട് എഴുതണേ മക്കൾ. ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ യൂസഫ് എന്ന കുട്ടിയാണ് തേൻ എന്ന സിനിമയിലെ അല്ലെ കേന്ദ്ര കഥാപാത്രം. അപ്പൊ തേൻ എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രമാണ് ആര്, യൂസഫ്. 6 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. അല്പം വിക്കുണ്ട് അല്ലെ. അപ്പൊ അവൻ ലജ്ജാലു, അന്തർമുഖൻ, കുറച്ച് ഇൻട്രോ അല്ലെ, ഇൻവേർട്ടർ ആണെന്നൊക്കെ ചോദിക്കുന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പൊ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുറച്ച് അന്തർമുഖത്വമുള്ള ഒരു കുട്ടിയാണ്. പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അച്ഛന് മാത്രമാണ് അല്ലെ, അച്ഛനോട് അടുപ്പം തോന്നാൻ കാരണം അതാണ്. പിന്നെ കൂട്ടുകാർ കുറവാണ്, അമ്മയോട് പോലും അധികം സംസാരിക്കുന്നില്ല, അന്തർമുഖനായതുകൊണ്ട് സ്കൂളിലും ഒറ്റയ്ക്കാണ്. ഒഴിവ് സമയങ്ങളിൽ മറ്റു കുട്ടികളുടെ കൂടെ അല്ലെ ഓടി കളിക്കുമ്പോൾ സ്വപ്നങ്ങൾ കൊണ്ട് വിദൂരതയിലേക്ക് എന്ത് ചെയ്യുന്നു, നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയായിട്ട് നമ്മുടെ യൂസഫ് മാറുകയാണ് അല്ലെ. അപ്പോൾ ഭാവനകളും സ്വപ്നങ്ങളും നിറഞ്ഞതാണ് യൂസഫിന്റെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ ഇല്ലാതാകുന്നത് എന്ത് ചെയ്യുന്നു, അവൻ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനായി മാറുകയാണ് അല്ലെ. രാത്രിയിലൊക്കെ പുറത്ത് കേൾക്കുന്ന എല്ലാ ശബ്ദവും അച്ഛന്റെ കാൽപ്പെരുമാറ്റമായിട്ട് ആർക്ക് തോന്നുന്നു, യൂസഫിന് അനുഭവപ്പെടുന്നുണ്ട്. അവൻ ഓടിച്ചെല്ലും അല്ലെ. അപ്പോൾ അച്ഛന്റെ ഇല്ലായ്മയിൽ ആ ഒരു അഭാവത്തിൽ എന്ത് ചെയ്യാണ്, അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ അല്ലെ, അതും ബോധപൂർവ്വം ആ കുഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമ്മ വിഷമിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണോ, തന്റെ സങ്കടങ്ങൾ പൂർണ്ണമായി കാണിക്കാതിരിക്കാൻ യൂസഫ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഘർഷങ്ങള്, കുട്ടികളിൽ അല്ലെ ഈ മരണം ഉണ്ടാക്കിയിട്ടുള്ള, ഈ കുട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അരക്ഷിതത്വ ബോധം അല്ലെ, അരക്ഷിതാവസ്ഥ അല്ലെ, ഒക്കെ എന്ത് ചെയ്യാണ് ഈ ഒരു യൂസഫിലൂടെ നമ്മുടെ സിനിമയിൽ തുറന്നു കാട്ടുന്നുണ്ട്. അതുപോലെ ഈ അച്ഛനും മകനും തമ്മിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഇഴയടുപ്പത്തിന്റെ കഥ കൂടെയാണ് അല്ലെ നമ്മുടെ ഈ ഒരു സിനിമയെ വേറിട്ടതാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് നമുക്ക് അത് അല്ലെ ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു സിനിമയായിട്ട് അത് മാറുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഇത്തരം വിഷയം ആയതുകൊണ്ടാണ് അല്ലെ. അപ്പോൾ അങ്ങനെയാണ് കഥാപാത്ര സ്വഭാവ സവിശേഷതകൾ എഴുതേണ്ടത്. അല്ലെങ്കിൽ 11ാമത്തെ ചോദ്യത്തിനും ഈ അല്ലെങ്കിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ അല്ലെങ്കിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് എഴുതണം, അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഈ അല്ലായിൽ ഏതാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഏതാ വരേണ്ടത് ഒന്നുകിൽ 11A എഴുതുക, അല്ലെങ്കിൽ 11B. അല്ലാതെ 8, 9, 10 ഇതിലേതെങ്കിലും ഒന്ന് അറിയാത്തത് കൊണ്ട്, ഇതിൽ രണ്ടും അറിയാവുന്നതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ട് അതല്ല, 11ൽ മാത്രമാണ് A or B എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ 11ാമത്തെ A നോക്കൂ നിങ്ങൾ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി B ഏതാണ്, ആലപ്പുഴ നാട്ടുകാരി, മെടഞ്ഞിട്ട മുടിക്കാരി, തൊണ്ടുചീഞ്ഞ മണമുള്ള ഉപ്പുചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശ വെള്ളത്തിന്റെ മകൾ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ദേശത്തിനുള്ള സ്വാധീനം വരികളിൽ പ്രതിഫലിക്കുന്നുണ്ടോ വിശകലനം ചെയ്ത് അഭിപ്രായം സമർത്ഥിക്കാനാണ് പറഞ്ഞത്.
ഓക്കെ, അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പൊ വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ദേശത്തിനുള്ള സ്വാധീനം എത്രത്തോളം വലുതാന്നുള്ളത് നമ്മൾ ദേശവും എഴുത്തിലും നമ്മൾ കണ്ടു, ആലപ്പുഴ വെള്ളത്തിൽ നമ്മൾ കണ്ടു അല്ലെ, പാഠഭാഗങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ എനിക്ക് ദേശം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അല്ലെ എന്താ പറയുക കൃതിയിലൂടെയും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഓരോ ദേശവും അവിടെ ജനിച്ചു വളരുന്നവരിൽ വളരെ എന്താണ് ആഴത്തിലുള്ള മുദ്രകൾ പതിപ്പിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ചിന്തയിലും ഒക്കെ എന്താണ് ഈ പറയുന്ന നമ്മളുടെ ദേശത്തിന്റെ അല്ലെ എന്താ പറയാ, അതിപ്പോ നമ്മൾ വേറൊരു രാജ്യത്ത് പോയാൽ നമ്മളെല്ലാം കേരളക്കാരാണ്. അപ്പൊ ഒരു കേരളീയത നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നതും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും. അപ്പൊ അങ്ങനെ പലതും ദേശീയ ഉത്സവങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാടിന്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് ഇത് മാറുന്നില്ലേ. അപ്പൊ അങ്ങനെ ആലോചിക്കും നിങ്ങൾ, ദേശം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വേറൊരു രാജ്യത്താണെങ്കിൽ കേരളം മുഴുവൻ എന്താണ് നമ്മുടെ ദേശമാണ്, കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ എന്താണ് ഒറ്റ ദേശമായിട്ട് മാറുന്ന ഒരു കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാം. നമ്മൾ ഈ സിനിമയില്ലേ, ഏതാണ് ടു കൺട്രീസില് ആര് പാടുന്നുണ്ട്, ദിലീപ് പാടിക്കൊണ്ട് പോകുന്നൊരു സിനിമ, അയലാ വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട്. അപ്പൊ മറ്റൊരാള് അല്ലെ, ആരാണ് നമ്മളുടെ സുരാജ്, അത് കേട്ടിട്ട് അതിന്റെ റിപ്ലൈ പാടുന്നുണ്ട്. അപ്പൊ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഒരു ദേശത്തിന്റെ അടയാളപ്പെടുത്തലുകൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന മുദ്രകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ മെടഞ്ഞോല മുടിക്കാരി എന്ന് പറയുന്ന പ്രയോഗങ്ങളൊക്കെ എന്താണ് ആവർത്തിച്ച് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത് മുടി പിന്നിക്കെട്ടുന്നത് പോലെ ഓലം അടയുന്നത്, അപ്പൊ അവിടെയുള്ള ബിംബങ്ങൾ അല്ലെ പാഠം എടുക്കുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടില്ലേ. അപ്പൊ ആ ഓരോ സിമ്പൽ ബിംബങ്ങളെയും എന്ത് ചെയ്യാണ് ഈ നമ്മളുടെ വ്യക്തിത്വത്തിലേക്ക് കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കവിതയിൽ പറയുന്നത് അല്ലെ. അതേപോലെ എന്താണ് കയറ് പിരിക്കുന്ന നാട്ടില് തൊണ്ട് ചെയ്യുന്ന മണം അല്ലെ, അവിടുത്തെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് കയറുണ്ടാക്കുന്നതാണ്. അപ്പൊ അതിന്റെ സ്മെല്ലിനെ കുറിച്ച് പറയുന്നു അല്ലെ. പിന്നെ ഉപ്പു ചേർന്ന രുചി, കായലും കടലും ഒക്കെ അഴിമുഖങ്ങളും ഒക്കെ ഉള്ള നിറയെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ് ഉപ്പ് രുചിയാണ് അല്ലെ, അതിന്റെ ഉപ്പ് രുചിയും ഉണ്ടെന്ന് പറയാണ്. അതേപോലെ കലങ്ങിയ വെള്ളം അല്ലെ, അതിൽ കടുംചായ നിറമാണെന്ന് പറയണം അല്ലെ. അപ്പൊ ആ ദേശത്തിന്റെ മകളാണ് താനെന്ന് കവി എടുത്തു പറയുകയാണ്, ഇങ്ങനെ ഓരോ അല്ലെ കലശ വെള്ളത്തിന്റെ മകളാണ് താനെന്ന് അല്ലെ. അപ്പൊ ദേശം തന്നിൽ പതിപ്പിച്ച അടയാളങ്ങളെ ഒന്നും എന്ത് ചെയ്യുന്നില്ല കവിയത്തിൽ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് അല്ലെ. അപ്പൊ നാട് എത്രത്തോളം എഴുത്തുകാരിക്ക് പ്രിയപ്പെട്ടതാണ്, തന്റെ ആത്മാവിന്റെ ഭാഗമായത് മാറുന്നു എന്നെന്ത് ചെയ്യാണ് എഴുത്തുകാരി വരികളിലൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ജനിച്ചു വളർന്ന നാടിന്റെ സ്വാധീനം എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തരിലും അത്രയും അഗാധമായിട്ട് എന്ത് ചെയ്യണോ അത് നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് ഈ പാഠഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, ആ മനുഷ്യനെ എന്നെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ തൻ്റെ അമ്മ അനുഭവിച്ച യാതനകളെ പറ്റി ഓർമ്മപ്പെടുത്തണം. വിനയത്തോടെയുള്ള പെരുമാറ്റം, ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പ്രവൃത്തി, മിടുക്കൻ, സത്യസന്ധൻ, സൂചനകളും കഥയിലെ മറ്റു സന്ദർഭങ്ങളും വികസിപ്പിച്ച് നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അപ്പൊ 7 മാർക്കിന് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളെ കുറിച്ച് നിർബന്ധമായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ടീച്ചർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 7 മാർക്കിന് ഏതൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഒരു ഉപന്യാസം എഴുതേണ്ടത്, എന്താണ് മുഖപ്രസംഗം എഴുതേണ്ടത്, അതേപോലെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതണം, പ്രഭാഷണം എങ്ങനെ എഴുതണം, ഡയറി എങ്ങനെ എഴുതണം, ഇതൊക്കെ നമ്മൾ ഒരു വീഡിയോ നിങ്ങൾ ഈ ചാനലിൽ തൊട്ട് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് കാണുക കേട്ടോ. അപ്പൊ ഇവിടെ കഥാപാത്ര നിരൂപണമാണ്. കഥാപാത്ര നിരൂപണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള ടീച്ചർ കൊടുത്തൊരു ഉദാഹരണം ആരുടെയാണ്, മുരിങ്ങാമരത്തോപ്പ് എന്ന് പറയുന്ന കഥയിലുള്ള നരേന്ദ്രന്റെ കഥാപാത്ര നിരൂപണമാണ് അല്ലെ. അപ്പൊ ഒരുപാട് സൂചനകൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ മനുഷ്യനെ എന്നെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ അമ്മ അനുഭവിച്ച യാതനയെ പറ്റി ചോദിക്കണം. നരേന്ദ്രന്റെ മനസ്സിലുള്ളതാണ് അല്ലെ. വിനയത്തോടെയുള്ള പെരുമാറ്റം നരേന്ദ്രന്റെ ഒരു പ്രത്യേകതയാണ്. ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ജോലി, മിടുക്കൻ അല്ലെ, ജോലിയിലുള്ള ആത്മാർത്ഥത, മിടുക്കനാണ്, സത്യസന്ധനാണ് അല്ലെ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ് എന്താ പറയാ അല്ലെ കഥാപാത്രത്തിന്റെ പ്രത്യേകതകളാണ് അല്ലെ. അപ്പോൾ ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഏത് കഥ, മുരിങ്ങാമരത്തോപ്പ്. വിട്ടുപോരുത്, മുരിങ്ങാമരത്തോപ്പ് എന്ന് പറയുന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്, നരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ അമ്മയോടുള്ള ആഴത്തിലുള്ള സ്നേഹം അല്ലെ ഉള്ള കഥാപാത്രമാണ്. അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി നാട് വിട്ട് അല്ലെ ഗൂർഖ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ഗൂർഖ വാച്ച്മാനായി ജോലി ചെയ്യുന്ന നേപ്പാളി ആയിട്ടുള്ള നരേന്ദ്രൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് ഒരിടത്തും നിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിൽക്കാത്തത്, അച്ഛനെ കണ്ടുപിടിക്കാനുള്ള യാത്രയിൽ കൂടെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ നരേന്ദ്രൻ എന്ത് ചെയ്യുന്നു, അച്ഛനെ കാണാൻ വേണ്ടി കേരളത്തിൽ എത്തുകയാണ്. അപ്പൊ ആ ആഗ്രഹം സഫലമാവാത്തത് കൊണ്ടുള്ള നിരാശയൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു അസ്വസ്ഥതയും നിരാശയാണ് എവിടെയും നിലനിൽപ്പിക്കാണ്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രൻ ഇങ്ങനെ പോകുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ അമ്മ അനുഭവിച്ച യാതനകളെ പറ്റി എന്ത് ചെയ്യണം, അച്ഛനോട് പറയണം എന്നുള്ളതായിരുന്നു ഒരു ആഗ്രഹം അല്ലെ. അപ്പോൾ ലക്ഷ്യത്തിനെത്താൻ വേണ്ടിയിട്ട് യാത്ര തുടരുകയാണ്. അപ്പൊ ലക്ഷ്യബോധമുള്ള ഒരു കഥാപാത്രമായിട്ട് നമുക്ക് പറയാം
അതുപോലെ ചെയ്യുന്ന ജോലി എന്താണ്, വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്ന ആളായിരുന്നു. വളരെയധികം വിനയമുള്ള അല്ലെ, എല്ലാവരോടും സ്നേഹത്തോടെ സത്യസന്ധതയോട് പെരുമാറിയിട്ടുള്ള ഒരു കഥാപാത്രം കൂടിയാണ് ആരുടേത്, നമ്മളുടെ നരേന്ദ്രന്റെ കഥാപാത്രം. അപ്പൊ അതൊക്കെ അല്ലെ സൽസ്വഭാവിയായിട്ടുള്ള സ്നേഹമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അനേകം വിഷമങ്ങളിലൂടെ, അലച്ചിലൂടെ, യാതനയിലൂടെ അല്ലെ, ഒറ്റപ്പെടല്, ആരുമില്ലായ്മ, ആരും ഇല്ലല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ അല്ലേ ഇല്ലായ്മകളിലൂടെ അല്ലെ മുന്നോട്ട് പോയിട്ടുള്ള ജീവിതമായിട്ടുള്ളൂ. തൻ്റെ ജീവിതത്തിലെ മൂല്യങ്ങൾ, വഴിയൊക്കെ തെറ്റിപ്പോകാമായിരുന്നു, പല കാര്യങ്ങളും ചെയ്യാനും ചോദിക്കാനും പറയാനില്ലല്ലോ, പക്ഷെ എങ്കിലും തൻ്റെ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു കഥാപാത്രം കൂടെയാണ് നമ്മളുടെ നരേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ 12ാമത്തെ എ അല്ലെങ്കിൽ ബി ഏതാണ്? ഇതിൽ ഏതെങ്കിലും ഒന്നേ എഴുതണ്ടു കേട്ടോ, എ ഓർ ബി എഴുതണ്ടു. അപ്പൊ ആശയം, ആസ്വാദന അംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ വെച്ച് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഓൾറെഡി ഒരു വീഡിയോ ടീച്ചർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടതെന്നുള്ളത്. അപ്പൊ നമുക്ക് പലപ്പോഴും അല്ലെ ആസ്വാദനക്കുറിപ്പിന് നമ്മളോട് ചോദിക്കുക, കേരള പാഠാവലിയിൽ പലപ്പോഴും ചോദിക്കുക നമുക്ക് എടുക്കാത്ത ഏതെങ്കിലും, നമുക്ക് പുറത്തുള്ള ഏതെങ്കിലും കവിതകളെ ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ എടുത്ത പാഠങ്ങൾ, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളെ കുറിച്ചും എന്ത് ചെയ്യാം, ആസ്വാദനക്കുറിപ്പ് ചോദിച്ചേക്കാം അല്ലെ. അപ്പൊ എന്ത് തന്നെ ആയാലും ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ട ഘടന ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, വീഡിയോ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആസ്വദിക്കുകയാണ് അല്ലെ, ഒരു സാഹിത്യകൃതിയെ നമ്മൾ ആസ്വദിക്കുകയാണ്. അപ്പോൾ ആ കവിതയുടെ അല്ലെ പ്രമേയം എന്തിനെ കുറിച്ചാണ്? പി മധുസൂദനൻ നായരുടെ കവിതയാണ് അല്ലെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നന്മ എന്ന് പറയുന്ന കവിതയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 or 3 തവണ എന്ത് ചെയ്യുക, പുതിയൊരു കൃതിയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, ആസ്വാദനക്കുറിപ്പാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 2 or 3 തവണ ആ കൃതി വായിച്ചു നോക്കണം. കാരണം നമുക്ക് അറിയാത്തൊരു കൃതിയാവുന്ന സമയത്ത് പെട്ടെന്ന് ആശയം മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ആശയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആശയം മനസ്സിലാക്കിയിട്ട് അത് എഴുതണം. അതുകൊണ്ട് പ്രമേയം തിരിച്ചറിയുക, ആസ്വാദന അംശങ്ങൾ കണ്ടെത്തുക, സ്വന്തം നിരീക്ഷണങ്ങൾ, നമ്മൾക്ക് ഈ കവിത വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭൂതിയെക്കുറിച്ച്, നമ്മുടെ അഭിപ്രായത്തെക്കുറിച്ച് നമ്മൾ എഴുതണം. കാലിക പ്രസക്തി, ചുറ്റുമുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമകാലിക ചുറ്റുപാടിൽ എന്താണ് ഈ കവിതയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് എഴുതണം. ആശയ വ്യക്തതയോടുകൂടെ പോയിന്റുകൾ ക്രമീകരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് അല്ലെ, ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും, അതായത് ചോദ്യത്തിന്റെ പാറ്റേൺ, ടൈം. അപ്പോൾ 7 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്ന സമയത്ത് ഒരു മാക്സിമം 14 മിനിറ്റ്, 15 മിനിറ്റ് സമയം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു 7 മാർക്കിന്റെ ചോദ്യം എഴുതുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം 1 മാർക്കിന്റെ ചോദ്യത്തിനൊന്നും ഒരുപാട് സമയമൊന്നും കളയരുത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് എന്ത് ചെയ്യണം, ഈ 1 മാർക്കിന്റെ ചോദ്യവും 2 മാർക്കിന്റെ ചോദ്യവും ഒരു 10-15 മിനിറ്റ് കൊണ്ട് 1 മാർക്കിന്റെയും അതുപോലെ 2 മാർക്കിന്റെയും ചോദ്യങ്ങൾ എഴുതി തീർക്കുക എന്നുള്ളതാണ്. 5 മാർക്കിന്റെ ചോദ്യങ്ങൾ മാക്സിമം 10 മിനിറ്റ് സമയം കൊടുത്ത് എഴുതുക. ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ഏത് ചോദ്യം, 7 മാർക്കിന്റെ ചോദ്യം എഴുതുക. ഇത്രയൊക്കെ ഉള്ളൂ അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി കോൺഫിഡൻസോട് കൂടെ ഇരിക്കുക, അത്രയും അല്ലേ സമാധാനമായിട്ടിരിക്കുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ, 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചതാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, നിങ്ങൾ പഠിച്ചു, നിങ്ങളുടെ മനസ്സിലുണ്ട്, എല്ലാ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സ്കൂളിലുള്ള ടീച്ചർമാരൊക്കെ ഇത്രയും കാലമായിട്ട് മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും കേട്ടോ. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് എഴുതാനിരിക്കും, അതൊക്കെ മനസ്സിലുണ്ടാവും. വൃത്തിയിൽ എഴുതണം, പോയിന്റുകൾ വിട്ടുപോകരുത്, ടൈം നോക്കണം, വാച്ച് കൊണ്ടുപോകണം, ടെൻഷൻ ആവരുത്. വെള്ളമൊക്കെ എടുത്ത് കയ്യിൽ വയ്ക്കുക, നല്ല ചൂടും അല്ലെ ഒക്കെ ആയിരിക്കും. അപ്പോൾ ടയേർഡാവും. 2 പരീക്ഷയിലാണ്, അപ്പോൾ ഉറക്കൊഴിഞ്ഞിട്ടൊക്കെയുള്ള ആളുകളുടെ പുറപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളവും കുപ്പിയൊക്കെ കയ്യിലെടുക്കുക, വെള്ളമൊക്കെ കുടിക്കുക, സമാധാനമായിട്ടിരുന്ന് ചോദ്യത്തിൻ്റെ ഉള്ള ഉത്തരം എഴുതുക. ആനേനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ ആനപ്പാപ്പൻ സുന്ദരനാണ്, മീശയുണ്ട്, താടിയുണ്ട്, ഗ്ലാമറാണ് എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ. ആനേനെ കുറിച്ച് ചോദിച്ചാൽ ആനേനെ കുറിച്ച് എഴുതിക്കോളാം. പോയിന്റ് അറിയില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി എഴുതുന്ന കാര്യങ്ങളൊക്കെ മാറ്റി. അതേപോലെ പല വാക്കുകൾ, അർത്ഥറിയാത്ത പറഞ്ഞ വാക്കുകളും എന്ത് ചെയ്യുന്നു, നമ്മൾ കൊണ്ടുവന്ന് എഴുതും അല്ലെ. അങ്ങനെയൊന്നും എഴുതരുത് അല്ലെ, അർത്ഥ വ്യത്യാസം തന്നെ സംഭവിച്ചു. അപ്പോൾ ഇച്ചിരി ഗാംഭീര്യം കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇല്ലാത്ത വാക്കൊക്കെ കൊണ്ടുപോയി എഴുതും. അറിയാത്തൊരു കാര്യം എഴുതാൻ നിൽക്കരുത്. കോൺഫിഡൻസോടുകൂടെ ഇരിക്കുക. നല്ല പരീക്ഷയായിരിക്കും. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, പറഞ്ഞു തന്ന പോലെ ടൈം മാനേജ് ചെയ്ത് അടിപൊളിയായിട്ട് എഴുതുക കേട്ടോ. പരീക്ഷ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പറയണം. ഈ വീഡിയോയുടെ താഴെ ഞാൻ നോക്കുക കേട്ടോ, മെസ്സേജ് അയക്കുക നിങ്ങൾക്ക്. അപ്പോൾ എന്ത് ചെയ്യാം, എന്നിട്ട് പറയാം, ടീച്ചർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക, എന്നിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നോ, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അയച്ചു തരണം പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. മലയാളം സെക്കൻഡും ഇതുപോലെ അടിപൊളിയാക്കണം. മലയാളം മാത്രമല്ല മാത്സും ഉണ്ട്, അതും കൂടെ സൂപ്പറാക്കി പഠിച്ചേക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക കേട്ടോ. ബൈ.